കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതാണ് ലൂക്കാസ് സുവിശേഷം 6:36 പറയണത്, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ കാരുണ്യവാനായിരിക്കും, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് കാരുണ്യവാനായിരിക്കുന്ന പോലെ നിങ്ങളും കാരുണ്യമുള്ളവരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. കാര്യം ഭക്തിയുടെ സമ്പൂർണ്ണതയാണ് സഹോദര സ്നേഹത്തിലും ഉപവിയിലൂടെയും നമ്മൾ നേടുന്നത്. അതായത് സഹോദര സ്നേഹമോ ഉപവിയോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്തി നിരർത്ഥകമായി പോകും. നമുക്ക് കമന്നടിച്ച് വീഴാം. അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ മണലിക്കൂടിയും ചരലക്കൂടിയും പാൻസ് കീറണ മുട്ട് ഉരയണവരെ നമുക്ക് നീന്താൻ ഒരു കഥയുമില്ല. അങ്ങനെയുള്ള എല്ലാ ഇപ്പം നമ്മൾ പെരുന്നാൾ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ ഉമ്പ കളിക്കണം കണ്ടിട്ടില്ലേ? കളിച്ചോ, ഒരു പ്രശ്നമൊന്നുമില്ല. നല്ല പ്രാർത്ഥനയാണ്, എളിമപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. ചില ആൾക്കാർ ഉരുണ്ട് വയറുവേദന എടുത്തിട്ടുള്ള ആൾക്കാർ നേർച്ച നേർത്തിട്ട് പള്ളിയുടെ വാതിൽ കിടന്ന് ഉരുളണം കണ്ടിട്ടില്ലേ? ഉരുണ്ടോ? ഒരു പ്രശ്നമില്ല, നല്ലതാണ്. പക്ഷേ കാര്യം എന്ത് ഉരുഴ്ചയാണെന്ന് പറഞ്ഞാലും എന്ത് ഉമ്പ കളിച്ചാലും അത് അത്തരം ഭക്തിയെല്ലാം പൂർണ്ണമാകുന്നത് സഹോദര സ്നേഹത്തിലൂടെയാണ്. സഹോദര സ്നേഹം പൂർണ്ണമാകുന്നത് എങ്ങനെയാണ്? കൊടുക്കുന്ന സ്നേഹത്തിലൂടെ, ഉപവിയിലൂടെയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 ഈ ദിവസങ്ങളിൽ ഞാനൊരു ചെറിയ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത്, അതായത് നമ്മളിപ്പോൾ കരുണയെക്കുറിച്ച് പറഞ്ഞു, അച്ഛൻ നിങ്ങളോട് പറഞ്ഞു സഹോദര സ്നേഹം ഉണ്ടാകണം, ഉപവി ഉണ്ടാകണം എന്നൊക്കെ ഇല്ലേ? കർത്താവ് ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 5:45 മത്തായിയുടെ സുവിശേഷം 5:45 എന്താ പറഞ്ഞത്? ഞാൻ ശിഷ്ടരുടെ മേലും ദുഷ്ടരുടെ മേലും മഴ പെയ്യിപ്പിക്കും. നോക്കിയേ, അപ്പോൾ ദുഷ്ടന്മാരുടെ മേലും കർത്താവ് കരുണ കാണിക്കുമെന്നാ. എന്താ കാര്യം? ദുഷ്ടനായ മനുഷ്യനിൽ പോലും കാരുണ്യമുള്ള ഇപ്പം ഞാൻ പറഞ്ഞ വീഡിയോ ഏതാണെന്നറിയാം? ഒരു കരടിയാണ്. ഒരു കരടി, അതായത് ഒരു കാക്ക ഒരു തോട്ടിൽ ചിറകൊടിഞ്ഞ് വീണ് അത് ചാകാൻ പോവുകയാണ്. അപ്പോൾ ഒരു കരടി ആ റോട്ടിലൂടെ വരും. റോഡൊരു പാലം, ഒരു കലിങ്കം എന്തോ ആണെന്ന് തോന്നുന്നു, കാട്ടിലെ കലിങ്കാണ്. അപ്പോഴുണ്ട് ഈ കാക്ക ഈ വെള്ളത്തിൽ കിടക്കുന്നത് അത് കാണുന്നുണ്ട് കേട്ടോ, കണ്ടിട്ടില്ലേ? അതാണ് സംഭവം. കണ്ടോക്കെ ആ കരടി, ആ കാക്ക പേടിച്ച് മാറുകയാണ്. മാറിയിട്ട് കരടിക്ക് മനസ്സിലായി അത് ആപത്തിൽ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. ഉടനെ ഇപ്പോൾ കരടി കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലും. നോക്കിയേ, കണ്ട അത് കണ്ട് ചെന്നു അതിനെ രക്ഷിക്കണം. കണ്ടില്ലേ? ആ കാക്കയെ കടിച്ച് കമ്മി രക്ഷിക്കുക. കണ്ട അതേ പിടിച്ചെടുത്ത് തിന്നാനൊന്നും അല്ല കേട്ടോ, കാക്ക പേടിച്ച് പോയി. പക്ഷേ ആ കരടിന് ചെയ്യണം എന്താണെന്ന് നോക്കിയേ, കണ്ട കടിച്ച് കരക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. കണ്ട അതാണ് സംഭവം. എന്ത് കരുണയാണ്! മൃഗങ്ങൾ പോലും പക്ഷികളോട് കാണിക്കുന്ന കരുണ കണ്ടില്ലേ? ദിസ് ഈസ് ദ വേൾഡ്. ഇതാണ് നമ്മുടെ ലോകം. കർത്താവ് എന്താ പറയണത്? ഈ നമ്മൾ ദുഷ്ടമൃഗമാണ് കരടി എന്ന് പറയണം. കർത്താവ് പറയുന്നത് എന്താണ്? അവൻ്റെ ഉള്ളിലും കരുണയുണ്ട്. അതുകൊണ്ടാണ് ഈ 5:45 എഴുതിയിരിക്കണത്. മത്തായിയുടെ സുവിശേഷം 5:45 എന്താ പറയുന്നത്? ഞാൻ എല്ലാവരുടെയും കരുണ കാണിക്കും. എന്താ കരുണ കാണിക്കാൻ കാരണം? അവിടെ ഉള്ളിലൊക്കെ കരുണയുണ്ട്. ദുഷ്ടരുടെ മേൽ ഞാൻ മഴ പെയ്യിക്കും, ശിഷ്ടരുടെ മേൽ മഴ പെയ്യിക്കും, നീതിമാന്മാരുടെ മേൽ ഞാൻ വെയിലുദിപ്പിക്കും, നീതിരഹിതരുടെ മേലും ഞാൻ വെയിലുദിപ്പിക്കും. അപ്പം നീതിരഹിത കാണിച്ചാലും ചിലപ്പോൾ കരുണയുണ്ടാകും എൻ്റെ ഉള്ളിലെ. കരുണ ഒരു വലിയ ഗ്രേറ്റ് റിവാർഡാണ് ശരിക്കും. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ മാർപ്പാപ്പ ഏറ്റവും നഷ്ടപ്പെട്ടത് കരുണയാണ്. അതുകൊണ്ടാണ് ഏറ്റവും മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ട ആ പുളിമാവിനെ തിരിച്ചു കൊടുക്കുകയാണ് കർത്താവ്. അതിനുവേണ്ട അംഗീകാരമാണ് ന്യൂയോർക്കിൽ സംഭവിച്ചത്. ആ ഹോസ്പിറ്റൽ കിടക്കയിൽ കൊണ്ട് പരിശുദ്ധമ്മ ഓൺലൈൻ ഉടമ്പടി ചെയ്ത വ്യക്തിക്ക് ദൈവകരുണയുടെ ചിത്രം കൊടുത്തുകൊണ്ട് കോവിഡ് ഉടനെ സാജു എന്താ പറയണത്? അമ്മ പോയതിനു ശേഷം എൻ്റെ ട്യൂബെല്ലാം ഞാൻ ഊരി. എന്താണ്? നിനക്ക് ദൈവത്തിൻ്റെ കരുണയാണ് കിട്ടിയിരിക്കണമെന്ന് എൻ്റെ അർത്ഥം. ദൈവമാതാവിലൂടെ ദൈവത്തിൻ്റെ കരുണയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഈ രോഗം ഇപ്പോൾ സുഖപ്പെടും, നിനക്ക് വീട്ടിൽ പോകണ്ടേ സാജു എന്ന് ആ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്. അതെന്താണ്? ദൈവത്തിൻ്റെ കരുണയാണ്. എന്നിട്ട് ആരെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം പ്രാപിച്ചാലും ദൈവം പറയാം, മക്കളെ ഞാൻ നിങ്ങളുടെ കരുണ കാണിച്ചതുപോലെ നിങ്ങളും നിൻ്റെ സഹപ്രത്യനോട് കരുണ കാണിക്കണമെന്ന്.
ആരോഗ്യസൗഖ്യങ്ങളെല്ലാം കരുണയാണ്. എത്ര സൗഖ്യങ്ങളാണ്. ഇപ്പോൾ തത്സമയ ജപമാല എല്ലാ ദിവസവും നമ്മൾ ചൊവ്വാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും തത്സമയ ജപമാലയില്ലേ. ജപമാലയ്ക്ക് വന്നിട്ട് എന്തുമാത്രം സാക്ഷ്യങ്ങളാണ് ആൾക്കാർ പറയണത്. പക്ഷേ സാക്ഷ്യങ്ങൾ പറയുന്നവർ എല്ലാം അച്ഛൻ പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ മക്കളെ? നിൻ്റെ ഭക്തിക്ക് കർത്താവ് തന്ന കരുണയാണത്, സുട്ടരോഗി കൊടുത്തതുപോലെ. പക്ഷെ നീ അതിനെ, ഭക്തിയെ, ആ കരുണയെ, ആ മനസ്സലിവിനെ ഒറ്റപ്പെട്ട സമയം മാറ്റാതെ അതിനെ നിലനിർത്തണം. എങ്ങനെ നിലനിർത്തും? ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടാവും. 2 പത്രോസിൻ്റെ 5, 6, 7 വചനങ്ങളില്ലേ? ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും, ഉപവി പ്രവർത്തനങ്ങൾ കൊണ്ടും. ഇപ്പോൾ ഉപവി പ്രവർത്തനങ്ങളുടെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നത്. എന്തൊരു കേസൊക്കെ ആകാൻ പോണെന്ന് കേട്ടതൊക്കെ ഒക്കെ സങ്കടകരമായ അവസ്ഥയാണ്. ഓരോ വിഷയം വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ സന്മനസ്സുള്ളവരൊക്കെ സഹായിച്ച് കഴിയുമ്പോൾ പിന്നീട് സഹായം കിട്ടിയവരും സഹായം കൊടുക്കാൻ ഇടയായവരും തമ്മിലൊക്കെ കേസൊക്കെ വരുമ്പോൾ അച്ഛൻ്റെ അഭിപ്രായം അതൊക്കെ നിരുപാധികം അതൊക്കെ പിൻവലിച്ച് ഇപ്പോഴ് കുറച്ച് പൈസ ആ സഹോദരിക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, നല്ല കാര്യം. നിങ്ങൾ കൊടുത്തവരും കൊടുക്കാൻ ഇടയാക്കിയവരുമൊക്കെ ദൈവത്തിൻ്റെ ജോലിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ പേരിൽ ഒരു ബോൾത്തായിലേക്കും സഹോദര സ്നേഹത്തിൻ്റെ കുറവിലേക്ക് ഒന്നും പോകണ്ട. കാര്യം നിങ്ങൾക്ക് ഇനിയും കഴിവുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ആൾക്കാരെ സഹായിക്കുക. അതിൻ്റെ പേരിൽ കാരുണ്യം പിടിച്ചു പറിച്ച് മേടിക്കേണ്ട കാര്യമില്ല. കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5:47 നിന്നോട് വ്യവഹരിച്ച് ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് സൂചിപ്പിക്കും. അവരോട് പറഞ്ഞങ്ങ് വ്യവഹാരമൊന്നും വേണ്ട, മേലങ്കി കൂടി കൊടുത്തേക്കാൻ പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കരുണ കാണിക്കേണ്ടത് ആരാണ്? ദൈവമാണ്. ആ ദൈവം കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും കരുണ കാണിക്കുകയും ഈ വ്യവഹാരത്തിലൂടെയും വഴക്കിലൂടെയും ഒക്കെ ദൈവം നിങ്ങളോട് കാണിക്കാൻ പോകുന്ന കരുണ ഒരു കാരണവശാലും നിങ്ങൾക്ക് നഷ്ടപ്പെടലേ എന്നാണ് എന്നെപ്പോലെയുള്ളവരുടെയൊക്കെ പ്രാർത്ഥന. മനുഷ്യർ തമ്മിൽ സൗഹാർദ്ദമായി പോവുക. സമ്പത്തിൻ്റെ പേരിൽ ഒരു മുറിവ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് ഇനി അവർക്ക് ആവശ്യമുണ്ട്, കരളിൻ്റെ ഓപ്പറേഷനാണ് എങ്കിൽ അവരത് ചെയ്യട്ടെ. അതിനുശേഷം ഇനി എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സ, അതുപോലെ തന്നെ ഇനി കരളിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ വീണ്ടും അതൊക്കെ ഇപ്പം കിഡ്നിയുടെ ഓപ്പറേഷൻ ചിലപ്പോൾ റിജക്റ്റ് ആകും. കരളിൻ്റെ ഓപ്പറേഷൻ ചിലപ്പോൾ കരൾ വെച്ചത് മാറ്റിവെച്ചത് റിജക്റ്റ് ആകും. അപ്പോൾ ആ കുഞ്ഞിന് അതിന് പേടിയുണ്ടെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് സ്വാഭാവികമായ ഒരു പങ്കുവെക്കുന്നതിനുള്ളൊരു വിഖ്യാതം വരുന്നത്. പക്ഷെ അത് നിങ്ങൾ ക്ഷമിക്കുക. ഇനി എന്താണ് നമുക്ക് ലെറ്റസ് സി. അതിൻ്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ സൗഹാർദ്ദം ഒരു വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. മനുഷ്യരാശിയുടെ മുമ്പിൽ എന്നും ദൈവദൃശ്യനിധി വലിയൊരു സംഭവമാണ്. ആ തക്ക സമയത്ത് സഹായിച്ചവരും സഹായിക്കാൻ വേണ്ടി കാര്യങ്ങൾ ഒരുക്കി കൊടുത്തവരും എല്ലാം ചെയ്തത്. അതിൻ്റെ കൃപ നഷ്ടപ്പെടാതെ തന്നെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞങ്ങൾ ഈ ആരാധന വേദനയിൽ ഇനിയും നല്ല മരങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഇതുപോലെയുള്ള ഒരു സാഹചര്യങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാവാതിരിക്കാനും നമ്മൾ ഒരുമിച്ചാണ് എല്ലാത്തിനെയും അതിജീവിക്കുന്നത്. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരുണയുടെ ഈ വലിയ ശുശ്രൂഷയാണ് ഇവിടെ അവസാനിക്കുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് നന്ദിനി. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. പ്രൈസ് ദ ലോർഡ്. അമ്മൻ്റെ പ്രതീക്ഷനും ദൈവനാമം വാഴ്ത്തപ്പെടുത്താനും എന്നെ എൻ്റെ കുടുംബത്തിനും ഈ ദിവ്യമാല അൾത്താരയിൽ ഇന്നത്തെ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ദൈവത്തിനും മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ ആദ്യത്തെ ഉടമ്പടി സെപ്റ്റംബർ 2023 ഓൺലൈനിലായിരുന്നു ഞാൻ ദുബായിലുള്ളപ്പോൾ. പക്ഷേ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് വീണ്ടും സെപ്റ്റംബർ 9 ആയിരുന്നു.
അത് എൻ്റെ അമ്മയിൽ വഴിയായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്ത്. ആദ്യം അമ്മയെ ഉടമ്പടി എടുത്ത്. അമ്മ ഉടമ്പടി എടുത്തത് ജൂൺ 9 ആയിരുന്നു. അത് അടുത്തുള്ള ഒരു ആൻറ്റി റെഫർ ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലായിട്ട് ഇഷ്യൂസ് ഉള്ള സമയമാണ്, എനിക്ക് ജോലി ഇല്ലാത്ത സമയം. ആദ്യമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള ടെസ്റ്റിമോണി അമ്മൻ്റെ രോഗസൗഖ്യമാണ്. 12 വർഷമായിട്ട് അമ്മയ്ക്ക് അലർജീസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ദേഹം മൊത്തം ചൊറിച്ചലായിരുന്നു. പിന്നെ യാതൊരു ഫുഡ്, അപ്പോൾ മീനാവട്ടെ, പിന്നെ ചില ഈ ഫുഡ് ഹോട്ടായിട്ടുള്ള ഏത് ഫുഡും കഴിക്കാൻ പറ്റൂല. എന്ത് കഴിച്ചാലും ദേഹത്തിൽ മൊത്തം ചൊറിച്ചലും ഈ ബ്ലഡൊക്കെ ക്ലോട്ട് ആവുമായിരുന്നു. പിന്നെ മുറിവായിട്ട് അതിലൂടെ ഇങ്ങനെ പസ്സൊക്കെ ഫോം ചെയ്യായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പുറത്ത് പോവാനും ഡ്രസ്സ് ഇപ്പോൾ ചുടിദാർ ആവട്ടെ സാരി ആവട്ടെ ഇട്ടാൽ ബ്ലൗസൊക്കെ ഇട്ടാൽ കയ്യിൽ മൊത്തമായിട്ട് അലർജീസ് ആയിരുന്നു. അതൊന്നും ഈ 12 ഇയേഴ്സായിട്ട് എത്ര ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചിട്ടും എവിടെ പോയി കൺസൾട്ട് ചെയ്തിട്ടും എന്ത് മെഡിസിൻ കഴിച്ചിട്ടും അത് ക്യൂർ ആവണ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഉടമ്പടി എടുത്ത്. ആദ്യത്തെ ഉടമ്പടിയിൽ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അമ്മ ഇച്ചിരി ഡൗൺ ആയി. അപ്പോൾ അമ്മ പറഞ്ഞു ആദ്യത്തെ ഉടമ്പടി എടുത്ത് ഒന്നും നടന്നില്ലല്ലോ. അപ്പോഴാണ് ഞാൻ ദുബായിൽ നിന്ന് വരുന്നത്. ഓഗസ്റ്റിലാണ് ഞാൻ ലാൻഡ് ആവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത ഉടമ്പടി അമ്മ ഞാനുണ്ട്. അപ്പോൾ അമ്മയെ വിശ്വസിക്കുക, അമ്മയ്ക്കൊരു പ്ലാനുണ്ട്. ആ പ്ലാന് പ്രകാരം അമ്മ എന്തായാലും രോഗസൗഖ്യം തരും. അടുത്ത സെക്കൻഡ് റിന്യൂവൽ പോകുമ്പോൾ അമ്മൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ദേഹത്തുള്ള എല്ലാ പാടുകളും മാറി എല്ലാ അമ്മയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അതേപോലെ അമ്മ അത് കേട്ടു. എൻ്റെ മാതാവ് അനുഗ്രഹിച്ചാലും ദൈവത്തിൻ്റെ കൃപയാലും അമ്മയ്ക്ക് ഇപ്പോൾ എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ട്. ദേഹത്തുള്ള എല്ലാം സ്കാർസും എല്ലാം മാറി കിട്ടി. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ക്യൂറായിട്ട് കിട്ടി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 2021 ഞാൻ ദുബായിലെത്തിയ. എനിക്ക് നല്ലൊരു ജോലി കിട്ടി. പക്ഷേ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആല് മാനേജറിൻ്റെ കുറച്ച് ഇഷ്യൂസ് ആല എനിക്ക് അവിടെ നിന്ന് ജോലി 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷം എത്തുമ്പോഴേക്കും ഞാൻ റിസൈൻ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടുള്ള വിസ ക്യാൻസലേഷൻ ഡിലേ ആയതുകൊണ്ട് എനിക്ക് വേറെ എവിടെയും ജോലി ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 5 months ഗ്യാപ്പായി. ഒത്തിരി ഫിനാൻഷ്യൽ ഇഷ്യൂ. പക്ഷേ ഞാനപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. 1 മാസം ഫോളോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ വിട്ടെങ്കിലും മാതാവ് എന്നെ വിട്ടൂല. മാതാവ് എന്നെ മുറുക്കെ പിടിച്ച്. പിന്നെ വിസ പ്രോപ്പറായി ക്യാൻസലേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് എല്ലാം ക്ലിയറായി. നല്ല പോലെ എനിക്ക് വേറെ ഒരു ജോലിയിൽ കയറാൻ പറ്റി. പക്ഷെ അവിടെയും ഇഷ്യൂ. അവിടെ എനിക്ക് പൂർണ്ണമായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയില്ല. 3 മാസം ഞാൻ ചെയ്തു. പിന്നെ അവിടെ നിന്നും ഞാൻ ഇറങ്ങേണ്ടി വന്നു. എനിക്ക് ഉള്ളിലൊരു വോയിസ്, നമുക്ക് ഇല്ല നീ ബാംഗ്ലൂർ പൊക്കോ, എനിക്ക് വീട്ടിൽ നിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഞാൻ ശരി എന്നാൽ ബാംഗ്ലൂരിൽ പോവാം, എന്നിട്ട് അവിടെ പോയി നോക്കാമെന്നുള്ള ഇതിൽ ഞാൻ ദൈവത്തിൻ്റെ പ്രാർത്ഥിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വിസൻ്റെ കുറേ ഫൈനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ 5 months ഗ്യാപ്പിൽ അമ്മ മാതാവ് അനുഗ്രഹിച്ച പോലെ ഒത്തിരി പേര് എന്നെ സഹായിക്കണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ നമ്മളൊരു അബ്രോഡിലിരിക്കുമ്പോൾ ജോലിയില്ലാതെ നമ്മളെങ്ങനെ ജീവിക്കും? ഒരു മാസത്തെ റെൻറ്റ് കൊടുക്കാനും പോലും എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. ഫുഡിന് എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇൻറ്റർസെഷനാൽ എനിക്ക് ഒത്തിരി പേര് എനിക്ക് സഹായിച്ചു. അതേപോലെ ഒരു പ്രോബ്ലമും ഇല്ലാണ്ട് ഞാൻ ബാംഗ്ലൂർ എത്തി. ഒരു ഉടമ്പടി എടുത്തു. സെപ്റ്റംബറിൽ ഉടമ്പടി എടുത്തു. പിന്നെ സെപ്റ്റംബർ 3 റിന്യൂവൽ കഴിഞ്ഞു. ഞാൻ നിയോഗം വെച്ചത് എനിക്ക് ദുബായിലാവട്ടെ ബാംഗ്ലൂർ ആവട്ടെ എനിക്കൊരു നല്ല ജോലി വേണം. ഞാനാണ് ഡിപ്പെൻഡബിൾ. എൻ്റെ അച്ഛനും അമ്മനെയും കുഞ്ഞിനെയും നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു നല്ല ജോബ് വേണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പ്രാർത്ഥിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ 3ാമത്തെ ഉടമ്പടിയിലാണ് എനിക്ക് അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയ്ക്കുള്ള അനുഗ്രഹം ഉണ്ടായത്. അത് കഴിഞ്ഞതും മേലെ എനിക്ക് ഒരു ജോലി ഉണ്ടായി. അത് വലിയ ജോലി അല്ലെങ്കിലും എൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അത് ഇവിടെ മാർച്ചിൽ കൈവെപ്പ് പ്രാർത്ഥന ആ സമയത്ത് തന്നെ ആയിരുന്നു ഇവിടുത്തെ ബ്രദറിനെ ഞാൻ പരിചയപ്പെട്ടത്. അപ്പോൾ ബ്രദർ മൂലം എനിക്കൊരു നല്ല ജോലി കിട്ടി. എൻ്റെ പ്രൊഫഷണൽ അല്ലെങ്കിലും ഞാൻ അതിലൂടെ എനിക്ക് എൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാനുള്ള എനിക്ക് കൃപയുണ്ടായി.
അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ റിന്യൂവൽ 1 വർഷത്തിൻ്റെ മുമ്പിൽ എനിക്കൊരു നല്ല ജോലി ഇവിടെ ബാംഗ്ലൂരിൽ കിട്ടണമെന്ന്. ഇപ്പോൾ എനിക്ക് നല്ലൊരു ജോലി ബിഗ് ഫോർ കമ്പനിയിൽ, വൺ ഓഫ് ദി കമ്പനിയിൽ എനിക്ക് നല്ല മാനേജർ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചതിനേക്കാളും കൂടുതലായിട്ടുള്ള സാലറിയും എനിക്ക് അമ്മ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ ജോയിനിങ് ഇപ്പോൾ Monday 15th ആണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പ്രാർത്ഥിച്ചായിരുന്നു, എൻ്റെ ബർത്ത്ഡേൻ്റെ മുമ്പിൽ എനിക്ക് ജോലി കിട്ടണം. എൻ്റെ ബർത്ത്ഡേ ആ ഫേമിൽ വേണം ഞാൻ ആഘോഷിക്കാൻ. എൻ്റെ ബർത്ത്ഡേ December 17th ആണ്, 15th ആണ് എൻ്റെ ജോയിനിങ്. അമ്മ നമ്മൾ ചോദിച്ചതിനേക്കാളും ഒരു പിടി കൂടുതൽ തരുന്നുള്ള സാക്ഷിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഈ ആൾത്താരയിൽ ഞാനും എൻ്റെ കുടുംബവും ജീവനോടെ ജീവിച്ചിരിക്കുന്നെങ്കിൽ അത് അമ്മ മാത്രമാണ്. അമ്മയും ദൈവത്തിൻ്റെ കാരുണ്യം മാത്രമാണ്. ഈ ജോലിയില്ലാതെയും ഫിനാൻഷ്യൽ പ്രോബ്ലമായിട്ട് ഒത്തിരി പേര് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അവനോട് പറയാം, അവർക്കായിട്ടുള്ളതല്ല, പക്ഷേ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ഗുഡ് ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് അത് എൻ്റെ യേശുവിനും എൻ്റെ മാതാവിനും മാത്രമാണ്. ഇത്ര ചൊല്ലി ഞാൻ നിർത്തുന്നു. ആത്മീയമായിട്ടുള്ള വളർച്ച, ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഈശോയോടും അമ്മയോടും നല്ല വിശ്വാസമാണ്, അടുത്ത് അറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തത് കൊണ്ട് ഇൻറ്റൻറ്റായിട്ട് നമുക്ക് ഇനിയും ഒന്നും കൂടി എന്നെ ഈശോയിൽ അടുപ്പിച്ചതും ഈശോനെക്കുറിച്ച് കൂടുതൽ അറിയിപ്പിച്ചതും അവനെ കൂടുതലായിട്ട് ഓരോ ദിവസം സ്നേഹിക്കാൻ പറ്റുന്നതും ദൈവത്തിൻ്റെ കൃപയാണ്. ഈ സഹനങ്ങളുള്ള സമയത്തും കൂടി ഞങ്ങൾ ദൈവത്തിനെ വിട്ടിട്ടില്ല. എന്നും ഉടമ്പടി എടുത്തപ്പോൾ തൊട്ടും അതിന് മുൻപും പ്രാർത്ഥന മുടക്കാറില്ല, കൊന്ത മുടക്കാറില്ല. പിന്നെ ഞങ്ങൾക്കായിട്ടുള്ള വിഷമം തന്ന എല്ലാവരെയും ഞങ്ങൾക്ക് ഫർഗീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ചർച്ചിൽ മാസ് മുടക്കാറില്ല, എല്ലാ സൺഡേയും മാസിന് പോവാറുണ്ട്. അതല്ലാതെ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഈശോയെ എനിക്ക് ഞായറാഴ്ച കുർബാന കൂടാത്ത ഏത് ഫംഗ്ഷനും അല്ല വേറെ ഏത് പ്രോഗ്രാമിനും എനിക്ക് പോകാനുള്ള ഇടവരുത്തരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. മെർസിഫുൾ ലൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തുള്ളത് എന്താണോ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അത് ഞാൻ എൻ്റെ അടുത്ത് എങ്ങനെയാണോ എനിക്ക് സഹായിക്കാൻ പറ്റുക ഞാനത് സഹായിക്കാറുണ്ട്. ഓർഫനേജിൽ ഫുഡ് കൊടുക്കാറുണ്ട്, പ്രേക്ഷക പ്രവർത്തനം ചെയ്യാറുള്ളത്, പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, അതിലൂടെ ഫേസ്ബുക്കിലും. എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന എല്ലാ മിറക്കിൾസും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ദിവസം മുടങ്ങാതെ ഞാൻ 5:30 കാണും. പിന്നെ പിന്നെ വിട്ടുപോയ കാര്യം, ഈ ഇൻ്റർവ്യൂസ് എനിക്ക് വരുമ്പോഴെല്ലാം ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലത്തെ അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് വന്നതും എനിക്ക് ഒരുപാട് അടയാളങ്ങൾ എനിക്ക് തിരിയിലുകൂടെ തിരുഹൃദയവും പരിശുദ്ധാത്മാവും അമ്മയുടെ പ്രസൻസും പിന്നെ ഫ്രേഗ്രൻസും മുകളിൽ റെയിൻബോ വരെ കണ്ടിട്ടുണ്ട്. പിന്നെ തിരിയിൽ കണ്ട എല്ലാ അപ്ഡേറ്റ്സുമാണ് എനിക്ക് ഇൻ്റർവ്യൂസ് വന്നതും എല്ലാം. ഞാൻ പ്രാർത്ഥിച്ച പോലെ കൊന്ത മാസത്തിൽ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ 31-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഇൻ്റർവ്യൂ, എൻ്റെ ഫൈനൽ ഇൻ്റർവ്യൂ. ആ സമയം വരെ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചായിരുന്നു 31st ഞാൻ ലാസ്റ്റ് ഇൻ്റർവ്യൂ കൊടുത്തു, അതിൽ തന്നെ എനിക്ക് കിട്ടുമെന്ന്. അതേപോലെയാണ് November 7th മോള് പറഞ്ഞു, അത് മാതാവ് എന്നെ പറയിപ്പിച്ചതാണ്, അമ്മ പേടിക്കണ്ട, നിങ്ങൾക്ക് എന്തായാലും 7th സെലക്ഷൻ വരും, കോള് വരും, നിങ്ങൾ സെലക്റ്റഡ് ആണ്. അതേപോലെ 7-ാം തീയതി നവംബർ മോള് പറഞ്ഞ പോലെ തന്നെ മാതാവ് പറയിപ്പിച്ച പോലെ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടി. ഓഫർ ലെറ്റർ കിട്ടിയതും എനിക്ക് 14th നവംബറിലാണ്. അതും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അമ്മ മാതാവെ എല്ലാവരുടെ മുമ്പിലും തലയോർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓഫർ ലെറ്റർ ഞാൻ നാട്ടിൽ പോകണ മുമ്പ് എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ ഞാൻ 15th മോർണിംഗ് ആയിരുന്നു എൻ്റെ ട്രെയിൻ. എനിക്ക് 14th ഈവനിങ് തന്നെ എനിക്ക് മാതാവ് ഓഫർ ലെറ്റർ അയച്ചിട്ട് ബ്ലെസ്സിങ് ആയിട്ട് തന്നതിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ അനുഭവങ്ങൾ ഞാൻ കർത്താവിൻ്റെ മുന്നിൽ പറയാൻ പോകുന്നു. എൻ്റെ കർത്താവിനോടും എൻ്റെ അമ്മയോടും ഞങ്ങളെ ഇതുവരെ സഹായിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു, കോടാനുകോടി നന്ദികൾ പറയുന്നു. ഒരുപാട് വേദനകളും ഒരുപാട് സങ്കടങ്ങളും അനുഭവിച്ചാണ്
ഞാൻ ഇന്ന് ഈ അൽത്താരയിൽ നിൽക്കുന്നത്. ഒരുപാട് സങ്കടങ്ങൾ, പറഞ്ഞാൽ തീരാത്ത സങ്കടങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എന്നാലും എല്ലാം എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ഞങ്ങൾക്ക് ധൈര്യം തന്ന് ഇന്നും ഞങ്ങളുടെ വീട് ഞങ്ങളെ നിലനിർത്തി. ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ചു. എല്ലാം പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ആ ഒരു വീട് വാങ്ങിച്ചത്. ആ വീട് 5 വർഷം ഒന്നും പ്രശ്നമില്ലാതെ പോയി. പിന്നെ ഇതാ 1 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ലോണുകളൊന്നും കെട്ടാൻ പറ്റാതായി. എൻ്റെ മോൾക്ക് പ്രശ്നങ്ങൾ തുടങ്ങി ജോലിയിൽ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഏക ഉള്ളത് ഒരു മകൾ മാത്രമാണ്. ഞങ്ങളാകെ എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. ദൈവത്തിന് ഇതുവരെയും ഞങ്ങളെ സഹായിച്ച എൻ്റെ ദൈവത്തിനും നന്ദി പറയുന്നു. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പനും ഞങ്ങളെ ഇതുവരെയും സഹായിച്ചവർക്കും ഞാൻ കോടാനുകോടി നന്ദി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എൻ്റെ ഈശോപ്പയ്ക്കും പരിശുദ്ധ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ദിവ്യ കുര്യാക്കോസ്. ഞാൻ കാഞ്ഞൂരിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകള് ആൻ കുര്യാക്കോസ്. ഇതെൻ്റെ അച്ചാച്ചൻ്റെ മോനാണ് ചിക്സൻ. എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് വലിയ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളും എനിക്ക് മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, എൻ്റെ മകള് ആൻ കുര്യാക്കോസ്, ഇവൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവൾക്ക് സ്കിൻ അലർജി ഉണ്ടായിരുന്നു. കയ്യിലും കാൽമുട്ടിലും ഒക്കെ ആയിട്ട് ഭയങ്കര ചൊറിച്ചിലും കറുത്ത് തടിച്ച് ഇരിക്കുമായിരുന്നു. അതൊക്കെയാണ് ഭയങ്കര വിഷമം. സ്കൂളിൽ പോയിട്ട് വന്ന് കഴിയുമ്പം ഫ്രണ്ട്സ് എന്നെ കളിയാക്കുന്ന അമ്മേ, അവരെൻ്റെ ദേഹത്ത് പിടിക്കുമ്പോൾ ഇതെന്താ നിൻ്റെ കൈ എന്താ ഇങ്ങനെ ഇരിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾ വീട്ടിൽ വന്ന് എന്നും കരച്ചിലായിരുന്നു. എനിക്കും ഭയങ്കര സങ്കടമായിരുന്നു. എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അടുത്തുള്ള ചേച്ചി എപ്പോഴും പറയും എന്നോട്, നീ വാ, എൻ്റെ കൂട്ടത്തിൽ വാ, കൃപാസനത്തിൽ വാ, നമുക്കവിടെ പോയി പ്രാർത്ഥിക്കാം, ഉടമ്പടി എടുക്കാം എന്നൊക്കെ പറയും. ഞാനും പറയും ഞാനില്ല ചേച്ചി, കാരണം നമ്മുടെ കാഞ്ഞിപ്പള്ളിയിൽ മാതാവുണ്ടല്ലോ, ഞാൻ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറയുമായിരുന്നു. പിന്നെ ഇവളുടെ കരച്ചിൽ സഹിക്കുക വയ്യാതായി. അപ്പോഴാണ് ഞാൻ എന്നാൽ ഒരു ദിവസം നമുക്ക് പോകാൻ ചേച്ചി, ഞാനും വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇവിടേക്ക് വന്നത്. വെറുതെ വന്നതാട്ടോ, മാതാവിനൊന്ന് കാണാം പറയാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ വന്നതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് കയറിയപ്പോൾ തന്നെ ആരോ പറയുന്ന പോലെ നീ പോയി ഉടമ്പടി എടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ നേരെ വന്ന് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഉടമ്പടി എടുക്കാൻ പോവാമെന്നും പറഞ്ഞ് നേരെ മേളിലേക്ക് പോയി ഉടമ്പടി എടുത്തു. മാതാവിനോട് ഒത്തിരി നേരം പ്രാർത്ഥിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് സങ്കടമൊന്നും ഉണ്ടായില്ല കേട്ടോ. അത്ര നേരം ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് സങ്കടമൊന്നും ഉണ്ടായില്ല. മാതാവിനോട് വന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, മാതാവി നീ ഇടപെടണം, ഈ ഷോപ്പിൽ നിന്ന് എനിക്ക് അനുഗ്രഹം വാങ്ങിച്ചു തരണമെന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ പോയി. ഇവളപ്പം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, ആയുർവേദ മരുന്ന് കഴിക്കേണ്ടായിരുന്നു. 1 വർഷത്തോളമായി. ഇവിടുന്ന് ഞാൻ പോയി മാതാവിൻ്റെ ഉപ്പ് രാവിലെ വെള്ളത്തിൽ കലക്കി കൊടുക്കും. അതുപോലെ ഉടമ്പടി തൈലം രാവിലെ ഞാൻ കാലിൽ പുരട്ടി കൊടുക്കും, തേനും കൊടുക്കും. അങ്ങനെ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. രാവിലത്തെ ഡെയിലി ബ്ലെസ്സിങ് ഞാൻ കൂടാറുണ്ട്. അതിനുശേഷം സ്കൂളിൽ പോകുന്നതിനേക്കാളും മുമ്പാണ് കയ്യിലും കാലിലൊക്കെ ഞാൻ എണ്ണ പുരട്ടി കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ആൾക്ക് ചൊറിച്ചിലൊക്കെ മാറി, അത്യാവശ്യം നല്ല രീതിയിൽ മാറി. ഒരു ചെറിയ പാടും കൂടെ ഉള്ളൂ. ആൾക്ക് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുകയായിരുന്നു. കൃപാസന പ്രസാദ മാതാവ് അങ്ങയുടെ പ്രതീക്ഷത്തിൻ്റെ സാക്ഷിക്കൻ മാറ്റമേന്ന്. പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് ഞാൻ നിർത്തി. എനിക്ക് തോന്നി ഇനി ഇത് കഴിച്ച് കഴിഞ്ഞാൽ മാറില്ലെന്ന്. ചൊറിച്ചിലും മാറിയത് കൂടാതെ മാതാവിൻ്റെ തൈലവും തേനും ഒക്കെ ഞാൻ കുടിച്ചും തേച്ചും അതെല്ലാം മാറി. ഒത്തിരി നന്ദി യേശുവയ്ക്കും കൃപാസന പ്രസാദ മാതാവിനും. ഇതെൻ്റെ അച്ചാച്ചൻ്റെ മകനാണ് ജിക്സൻ. അവൻ 4 വർഷം മുമ്പ് അവൻ 3 മാസത്തെ വിസിറ്റിംഗ് വിസ എടുത്ത് ഇറ്റലിക്ക് പോയതാണ്. അതിനുശേഷം അവൻ അവിടെ ജോലിക്ക് കയറി വിസയില്ലാതെ. അവൻ ഈ കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു അവൻ്റെ പാസ്പോർട്ട് പുതുക്കേണ്ടത്. ആകെ സങ്കടമായിരുന്നു, എന്ത് ചെയ്യും, എങ്ങനെ വരാൻ പറ്റില്ലല്ലോ നാട്ടിലോട്ട്. അവൻ എന്നും വിളിച്ച് പറയും, ചേച്ചി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ടെൻഷനാവണു, പാസ്പോർട്ടിൻ്റെ കാലാവധി തീരാറായി, ചേച്ചി പ്രാർത്ഥിക്കണമെന്നൊക്കെ. ഞാനപ്പം മാതാവിൻ്റെ അടുത്ത് വന്ന് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അവനെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ആദ്യമൊക്കെ പ്രാർത്ഥിച്ചു, പിന്നെ ഞാൻ ഉടമ്പടിയിൽ വച്ചിട്ടുണ്ടായിരുന്നു ആ പ്രാർത്ഥന. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാറില്ല, പക്ഷെ ഓർക്കുമ്പോൾ ഒക്കെ പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായിട്ട് അവന് സെപ്റ്റംബറിൽ അവന് പോർച്ചുഗലിലെ പേപ്പർ റെഡിയായി. അവൻ കഴിഞ്ഞ സെപ്റ്റംബർ 17-ാം തീയതി നാട്ടിലെത്തി. അവൻ്റെ പാസ്പോർട്ട് പുതുക്കി അവനിനി തിരിച്ച്
ജനുവരി 15-ാം തീയതി തിരിച്ചവൻ പോവുകയാണ്. അവൻ്റെ പേപ്പറൊക്കെ അങ്ങനെ റെഡിയായി. മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ജപമാല റാണിയിൽ പങ്കെടുക്കണമെന്ന്. ഞാനൊരു വാതരോഗിയാണ്. എനിക്ക് ജോയിൻറ്റുകൾ മാറി മാറി വരുന്ന വേദനകളാണ്. വീട്ടിൽ തന്നെ ഒന്ന് പണി കുനിഞ്ഞ് വിറ്റടിച്ചാൽ പോലും എനിക്ക് 2 ദിവസത്തേക്ക് വയ്യ, അതുപോലെ വേദനയാണ്. അങ്ങനെ ഭയങ്കര ആഗ്രഹം, കാരണം എല്ലാവരും പോകുന്നുണ്ട് ജപമാല റാണിക്ക്, എനിക്കും ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഡെയിലി രാവിലത്തെ പ്രെയർ ചൊല്ലുന്ന സമയത്ത് ഞാൻ പറയും, എനിക്ക് ആഗ്രഹമുണ്ട് മാതാവേ, ഒന്ന് സാധിച്ചു തരണം, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്നുള്ളത്. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ഫലമായി രാവിലെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ വരണുണ്ട്. എനിക്ക് വേദന എടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിർത്തി, ഞാൻ ബസ്സിൽ കയറി പോന്നോളാം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരപ്പോൾ റാലിക്ക് വന്നു. ഞങ്ങളുടെ അവിടെ നിന്ന് 3 ടെമ്പോ ട്രാവലർ ബസ്സിലാണ് ആൾക്കാർ വന്നത്. പക്ഷെ ആ 3 ടെമ്പോ ട്രാവലർ ആദ്യം ഞാനാണ് ആ പള്ളിയിൽ, അർത്തുങ്കൽ പള്ളിയിൽ ചെന്നത് ഞാനാണ് അവിടെ നടന്നത്. എനിക്കൊരു വേദനയോ ഒരു കുഴപ്പവും ഉണ്ടായില്ല, എനിക്കൊരു തളർച്ചയോ ക്ഷീണോ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, നിനക്ക് എങ്ങനെ സാധിച്ചതെന്നുള്ളത്. എൻ്റെ കൂട്ടത്തിൽ വന്ന് ചേച്ചിമാർ എന്നോട് അത് ചോദിച്ചത്, നീ എങ്ങനെ നടന്നു കയറിയ, നിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു, നീ നടക്കോ വയ്യാണ്ടാവോ എന്താ ചെയ്യണമെന്നൊക്കെ ഓർത്തു. പക്ഷേ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല. പരിശുദ്ധ മാതാവ് എന്നെ സഹായിച്ചു. ഞാൻ ഈ ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ കൊന്ത ചൊല്ലി അവിടം വരെ നടന്നു വന്നത്. എല്ലാ ദിവസവും ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. രാവിലെ വെള്ളത്തിൽ ഉപ്പിട്ട് കലക്കി കുടിക്കാറുണ്ട്. അതുപോലെ തേനും ഉടമ്പടി തൈലവും ഞാൻ എല്ലാ ദിവസവും ഞാനും എൻ്റെ മകളും ഹസ്ബൻഡിനും കൊടുക്കാറുണ്ട്. എനിക്ക് ആദ്യമൊക്കെ ഞാൻ കുർബാനയ്ക്ക് പോകുന്നത് ഒരു ഞായറാഴ്ച കുർബാന മുടക്കാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ രാവിലെ ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുർബാന കൂടാൻ ഭയങ്കര ആഗ്രഹമാണ്. അതുപോലെ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ പറഞ്ഞല്ലോ 1/2 മണിക്കൂർ ബൈബിള് വായിക്കണം എന്നുള്ളത്. ഞാൻ ബൈബിള് വായിച്ചു പ്രാർത്ഥിച്ച് എന്നും ബൈബിള് വായിക്കുമായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ ബൈബിള് വായിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വായിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ മടുക്കും, പിന്നെ അത് ഉപേക്ഷിക്കും. പക്ഷേ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ ഒരു പ്രാവശ്യം മൊത്തമായിട്ട് ബൈബിള് വായിക്കാൻ സാധിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ അടുത്തുള്ളവർക്കും പള്ളിയിലും പിന്നെ അറിയാവുന്ന കുറേ പേരുണ്ട്, അവർക്കൊക്കെ പത്രം കൊണ്ടുപോയി ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ വീടിൻ്റെ അടുത്തുള്ള രോഗികളെ പോയി ഞാൻ സന്ദർശിക്കാറുണ്ട്. എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ എന്തെങ്കിലും സാമ്പത്തിക സഹായമൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പാവപ്പെട്ട വഴിയരികിലുള്ളവർക്ക് ഞാൻ ചോറുപൊതി കൊടുക്കാറുണ്ട്.